ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഫ്രൈഡേ ആണ് ആൻഡ് ഇറ്റ്സ് പ്രീ ഓണം സെലിബ്രേഷൻ ഡേ. നാളെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓണം സെലിബ്രേഷൻ. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഒരുക്കങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അവിടെയും ചെയ്യാനുണ്ട്, എനിക്ക് സ്വന്തം ചെയ്യാനുണ്ട്. അപ്പം അതൊക്കെയായിരിക്കും ഇന്നത്തെ വ്ളോഗിലുണ്ടാവുക. ഒരു കുട്ടി വ്ളോഗ്. എന്താണ് ഓണത്തിൻ്റെ ഒട്ടപ്പാച്ചിൽ, അങ്ങനെയല്ല പറയാം, ഓണപ്പാച്ചിൽ, അങ്ങനെ എന്തുകൊണ്ട് പറയുന്നത്, ആ സംഭവം എന്താണെന്ന് ഇന്നറിയാം. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. വലിയ കാര്യമായിട്ട് ഒന്നും ചെയ്യാനില്ല, പക്ഷേ സ്റ്റിൽ 1-2 സാധനങ്ങൾ വാങ്ങാനുണ്ട്. പിന്നെ കുറച്ച് മറ്റേ സാരി ഉടുക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ വീട്ടിൽ ബ്രാഞ്ചി ഇല്ല, സോ ഞാൻ തന്നെ ഉടുക്കേണ്ടി വരും. അമ്മയ്ക്ക് സാരി ഉടുക്കാറില്ല, എനിക്ക് സാരി ഉടുക്കാറില്ല. ആൻഡ് താങ്ക്ഫുള്ളി എൻ്റെ കസിൻ ഒരു ഇൻസ്റ്റഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ആരോഹി എന്ന് പറഞ്ഞിട്ട്. ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ചേച്ചി എനിക്ക് ഒരു സാരി, റെഡി ടു വെയർ സാരി അയച്ചു തന്നിട്ടുണ്ട്. സോ അതായിരിക്കും ഞാൻ ഉടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് പകുതി പ്രശ്നം തീർന്നു കിട്ടി. പിന്നെ രാവിലെ തന്നെ ബ്ലൗസ് ഒന്ന് സെറ്റാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആൻറ്റിയുടെ അടുത്ത് കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അമ്മ പോയി കളക്ട് ചെയ്തോളും വൈകുന്നേരം ആകുമ്പോഴത്തേനും. പിന്നെ എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഒരു മാല കിട്ടുവാണെങ്കിൽ അത് വാങ്ങണമെന്നുണ്ട്, വേറെ ഒന്നുമില്ല. ബാക്കിയെല്ലാം പഴയ സാധനങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെറിയ ഓണാഘോഷ പരിപാടികളുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡാൻസ് പ്രിപ്പറേഷനും, പിന്നെ ഇന്ന് പൂക്കളൊക്കെ വരച്ചിടണം. എനിക്ക് വരയ്ക്കാൻ അറിയില്ല, ബട്ട് അവരൊക്കെ വരച്ചിടുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യണമല്ലോ. അപ്പം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളൂ. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലുണ്ടാവുക. സോ നമുക്ക് ബാക്കി വഴി കാണാം. ഹേ ഗൈസ്, അങ്ങനെ ഞാൻ ഓഫീസിലെത്തി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര കഷ്ടപ്പെട്ടിരുന്നു, പണിയെടുക്കുന്നുണ്ടായിരുന്നു. വേഗം പണിയെല്ലാം തീർത്തിട്ട് വേണം നാളത്തേക്കുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്നും പറഞ്ഞിട്ടാണ് എല്ലാവരും കഷ്ടപ്പെട്ടിരുന്ന എല്ലാ പണിയും വേഗം തീർക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നാളത്തെ സ്റ്റെപ്പ്, ഡാൻസ് പ്രാക്ടീസിലുള്ള സ്റ്റെപ്സൊക്കെ ഇങ്ങനെ ഓർത്ത് അത് കളിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് നാളത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട്. അത് ഞങ്ങളുടെ ആക്ഷൻസിൽ നിന്ന് വ്യക്തമാണ്. ആൻഡ് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് എല്ലാ പണിയും വേഗം തീർത്ത് ഇരുന്നു. ആൻഡ് ചെറിയൊരു ബ്രേക്ക് കിട്ടിയപ്പോൾ ഞങ്ങൾ വേഗം പോയിട്ട് പ്രാക്ടീസ് ചെയ്തു കേട്ടോ. ഈ എന്തെങ്കിലും ഒരു 10 മിനിറ്റ് ബ്രേക്ക് കിട്ടുമ്പോഴാണ് ഞങ്ങൾ ഓടിപ്പോയി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. 2-3 ദിവസം ചെയ്തതുള്ളൂ. ഞങ്ങൾക്കൊരു തിരുവാതിര ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 2 റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് 2 ഡാൻസ് ഞങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പരിപാടി കഴിഞ്ഞു, റീൽസ് എടുക്കാൻ മാത്രം ഞങ്ങൾക്ക് പറ്റിയില്ല. തിരുവാതിര കളിച്ചു. ആൻഡ് അതൊക്കെ അടുത്ത ഓണത്തിൻ്റെ സെലിബ്രേഷൻ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും കഷ്ടപ്പെട്ട് പ്രാക്ടീസൊക്കെ ചെയ്താൽ, പക്ഷേ റീൽസ് എടുക്കാൻ പറ്റില്ല. ഇനി വേറെ ഏതെങ്കിലും ദിവസം പോയിട്ട് വേണം അതിൻ്റെ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതായിരുന്നു ഡാൻസിൻ്റെ സ്റ്റെപ്സൊക്കെ. ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ സമയം കിട്ടില്ല എന്ന് പറഞ്ഞാൽ നെയിൽ ശരിയാക്കുന്ന ചേച്ചിയാണ് നിങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോസ്റ്ററൊക്കെ ഒട്ടിക്കാനുണ്ടായിരുന്നു, കുറച്ച് ഡെക്കറേഷൻ പരിപാടീസ്, അതിന് വേണ്ടിയിട്ട് പോയി. നമുക്ക് ഓണം സ്റ്റിക്കർ ഒട്ടിക്കാൻ പോവാം. നിങ്ങൾ വരുന്നില്ലേ? ഓക്കേ. ഡെക്കറേഷനൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് 2 പേർക്കും പുതിയൊരു പണി കിട്ടിയത്. ഞങ്ങൾ വേഗം ഓടിപ്പോയി ആ പണി തീർക്കുന്നതിൻ്റെ സങ്കടമാണ് നിങ്ങൾ കാണുന്നത്. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായി. അപ്പം ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് 2 കലാകാരന്മാർ ഇവിടെ ഇരുന്ന് പൂക്കളം വരയ്ക്കുന്നുണ്ടായിരുന്നു. എനിക്കിങ്ങനെ വരയ്ക്കാൻ അറിയില്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ കാര്യമായിട്ട് അതിനകത്തൊന്നും ചെയ്യാനില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി. പിന്നെ അമ്മ വരുന്നുണ്ടായിരുന്നു അങ്ങോട്ടേക്ക്. എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ അതിന് അമ്മ വരാമെന്ന് പറഞ്ഞു. ആൻഡ് എനിക്കൊരു കോഫിയൊക്കെ മേടിച്ച് തന്ന് ഞങ്ങൾ സാധനമൊക്കെ വാങ്ങി വേഗം തന്നെ വീട്ടിലോട്ട് പോയി. എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ നല്ല ക്ഷീണിതയായിട്ടോ. ഞാൻ വേഗം വീട്ടിലെത്തിയാൽ മതി എന്നായി. വീട്ടിലെത്തിക്കഴിഞ്ഞപ്പം ഐ ഗോട്ട് സം പായസം. ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞപ്പം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി ഒരു പാലട പായസം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു.
ഓണ സീസൺ ആയിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പായസങ്ങളുടെ മേളമായിരിക്കും. ദിസ് ഈസ് റിയലി ടേസ്റ്റി. വലിയ മധുരമൊന്നും ഇല്ല, എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പം നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റിന്. അപ്പം അത് കഴിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് സാരി അയൺ ചെയ്യാണ്ട് കുറച്ച് പരിപാടികളുണ്ട്. അപ്പം അത്രേ ഉള്ളൂ. സോ ഇന്നത്തെ വിശേഷങ്ങൾ എത്രേ ഉള്ളൂ. ഇനി എനിക്ക് സാരി ഒന്ന് തേക്കാനുണ്ട്, പിന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് എടുത്ത് വെക്കണം. അത് കഴിയുമ്പോഴത്തേനും ഇന്നത്തെ പണിയെല്ലാം കഴിയും. പിന്നെ കുളിച്ച് കിടന്ന് ഉറങ്ങണം. നാളെ രാവിലെ നേരത്തെ എണീറ്റാലേ സാരി എന്തെങ്കിലും ആക്കി ഉടുക്കാൻ പറ്റത്തുള്ളൂ. സോ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നാളെ ഓണത്തിൻ്റെ സെലിബ്രേഷൻ വിശേഷങ്ങളുമായിട്ട് പുതിയൊരു വ്ളോഗായിട്ട് വീണ്ടും വരാം. അതായിരിക്കും.